ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉത്തർപ്രദേശിലെ ഹാഥറസിൽ പ്രാർത്ഥനാ ചടങ്ങിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ മരിച്ച സംഭവത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് അനുശോചനം അർപ്പിച്ചു. ഇരകളുടെ കുടുംബങ്ങളോടും സൗഹൃദമുള്ള ഇന്ത്യൻ ജനതയോടും തന്റെ ആത്മാർത്ഥമായ അനുശോചനവും സഹതാപവും അറിയിക്കുകയാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് ദ്രൗപദി മുർമുവിനയച്ച അനുശോചന സന്ദേശത്തിൽ സുൽത്താൻ അറിയിച്ചു. ഹാഥറസിലെ സികന്ദ്ര റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫുൽറായി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു സംഭവം. 100-ന് മുകളിൽ ആളുകളാണ് മരിച്ചത്. ഇതിൽ നിരവധി സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ആഗോളതലത്തിലെ ഏറ്റവും ഉയർന്ന ചൂട് ഒമാനിലാണ് രേഖപ്പെടുത്തിയതെന്ന് റിപ്പോർട്ട്. ലോകമെമ്പാടുമുള്ള ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ താപനില ട്രാക്ക് ചെയ്യുന്ന കാലാവസ്ഥാ വെബ്സൈറ്റായ ഒജിമെറ്റിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് അമറാത്തിലും സൂറിലുമാണ് ഉയർന്ന ചൂട് അനുഭവപ്പെട്ടത്. തൊട്ടടുത്ത് ഇറാനിലെയും അൾജീരിയയിലെയും നഗരങ്ങളാണ് വരുന്നത്. അമറാത്തിലും സൂറിലും ബുധനാഴ്ച 48.9 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് രേഖപ്പെടുത്തിയത്. 48.4 ഡിഗ്രി സെൽഷ്യസുമായി സമയമാണ് പിന്നിൽ. ഏറ്റവും കുറഞ്ഞ ചൂട് അനുഭവപ്പെട്ടത് ദോഫാർ ഗവർണറേറ്റിലെ ധൽകുത്ത് പ്രദേശത്താണ്. 23.4 ഡിഗ്രി സെൽഷ്യസ്. 24.1 ഡിഗ്രി സെൽഷ്യസുമായി ഷാലയാണ് തൊട്ടടുത്ത്. അതേസമയം രാജ്യത്ത് ചൂട് ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യ മേഖലയിലുള്ളവർ പറയുന്നത്. ഉയർന്ന ചൂട് ശരീരത്തിന് താങ്ങാനാകാത്തതാണ്. പുറത്ത് ജോലി ചെയ്യുന്നവർ നിർജ്ജലീകരണമുണ്ടാകുന്നത് ശ്രദ്ധിക്കണം. ജോലി അനിവാര്യമായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ല മുൻകരുതൽ നടപടി സ്വീകരിക്കുന്നതാണ് നല്ലത്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 വരെ നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കേണ്ടതാണ്. നേരിട്ടുള്ള സൂര്യപ്രകാശമേൽക്കുമ്പോൾ ആഘാതം വലുതായിരിക്കും. അതിനാൽ കുടയോ തൊപ്പിയോ ഉപയോഗിക്കണം. ശരീരം ചൂടാകാതിരിക്കാൻ ദാഹമില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കണം. അല്ലെങ്കിൽ നിർജ്ജലീകരണം മൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. കഴിഞ്ഞ മാസം 29-ന് ബർക്കയിലെ ഖസായിനിൽ പ്രവർത്തനമാരംഭിച്ച പുതിയ പഴം പച്ചക്കറി സെൻട്രൽ മാർക്കറ്റായ സിലാലിൽ പഴങ്ങളും പച്ചക്കറികളും കേടുവരുന്നത് മൂലമുണ്ടാകുന്ന നഷ്ടം തടയാൻ സഹായിക്കുമെന്ന് അധികൃതർ. നിലവിൽ മതിയായ സൗകര്യമില്ലാത്തതിൻ്റെ പേരിൽ 30 മുതൽ 35% പഴം പച്ചക്കറികളാണ് കേടുവരുന്നത്. പുതിയ മാർക്കറ്റിൽ മികച്ച സ്റ്റോറേജ് സൗകര്യവും നല്ല വിതരണ സംവിധാനവുമുള്ളത് കാരണം ഇത്തരം രീതിയിലുള്ള നഷ്ടം വൻ രീതിയിൽ കുറയും. ഇത് ഒമാനിലെ ഭക്ഷ്യസുരക്ഷാ മേഖലയ്ക്ക് അനുഗുണമാകുമെന്നും കാർഷിക മത്സ്യ ജലവിഭവ മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. പുതിയ മാർക്കറ്റിൽ ഇനിയും നിരവധി നിക്ഷേപ അവസരങ്ങളുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രത്യേകിച്ച് ചെറുകിട ഇടത്തരം സംരംഭകർക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ബിസിനസ് സെന്ററുകൾ, കിയോസ്കി സെയിൽ തുടങ്ങിയ മേഖലയിലാണ് നിക്ഷേപം നടത്താൻ സാധിക്കുക. ഖസായിൻ സാമ്പത്തിക നഗരത്തിലെ സിലാൽ വെറും മാർക്കറ്റ് മാത്രമല്ലെന്നും ഖസായിനിലെ ഭക്ഷ്യനഗരത്തിന്റെ ഹൃദയഭാഗം കൂടിയാണെന്നും അധികൃതർ അറിയിച്ചു. റൂവിയിൽ വാണിജ്യ സ്ഥാപനം കേന്ദ്രീകരിച്ച് നടത്തിയ ഇലക്ട്രിക് സിഗരറ്റുകളുടെ വിൽപ്പന ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം പിടികൂടി. കടയിൽ സ്ഥിരമായി ആളുകൾ എത്തുന്ന പ്രത്യേക രീതിയിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ സംഭവം നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് നടത്തിയ റെയ്ഡിലാണ് വൻതോതിലുള്ള ഈ സിഗരറ്റുകൾ പിടിച്ചെടുത്തത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഇത്തരം ഉൽപ്പന്നങ്ങൾ വെബ്സൈറ്റ് വഴിയും വാട്സാപ്പ് വഴിയും ഓർഡർ ചെയ്യുന്നതിനും വിൽപ്പന നടത്തുന്നതും കണ്ടെത്തി. ഇത്തരത്തിൽ ഓർഡർ നൽകുന്നവരാണ് കടയിലെത്തി സ്വകാര്യമായി ഇലക്ട്രിക് സിഗരറ്റ് വാങ്ങുന്നത്. 7622 ഇലക്ട്രിക് സിഗരറ്റുകളാണ് കടയിൽ നിന്നും പിടിച്ചെടുത്തത്. ഇവ നശിപ്പിക്കുമെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചതായും അധികൃതർ അറിയിച്ചു. രാജ്യത്ത് ഇലക്ട്രോണിക് സിഗരറ്റുകളും ഷീഷകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും നിരോധിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കുന്നവർക്ക് വിവിധ ഘട്ടങ്ങളിലായി 2000 റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിതെന്നും ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ചെയർമാൻ സാലിം അൽ ഹിക്മാനയുടെ ഉത്തരവ് 756/2023 സൂചിപ്പിക്കുന്നു. ഇലക്ട്രോണിക് സിഗരറ്റുകളും ഷീഷകളും ഹുക്കകളും അനുബന്ധ ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നതായി കണ്ടെത്തിയാൽ 1000 റിയാൽ പിഴ ഈടാക്കും. നേരത്തെ 500 റിയാലാണ് പിഴ ഈടാക്കിയിരുന്നത്. ഇനി മുതൽ നിയമലംഘനം ആവർത്തിച്ചാൽ പ്രതിദിനം 50 റിയാൽ വീതവും പിഴയായി അടയ്ക്കണം. ഏറ്റവും ഉയർന്ന പിഴത്തുക ഒമാനി 2000 റിയാൽ ആയിരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു.
ജൂലൈ മാസത്തിലെ ആദ്യ 4 ദിവസങ്ങൾക്കിടെ മാത്രം കേരള സെക്ടറുകളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് 10-ലധികം സർവീസുകൾ റദ്ദാക്കി. വൈകി പറഞ്ഞത് ഇതിൽ കൂടുതലും. അടുത്ത ദിവസങ്ങളിലെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയതായും വൈകുമെന്നും യാത്രക്കാർക്ക് ഇതിനോടകം സന്ദേശം ലഭിക്കുകയും ചെയ്തു. വരാനിരിക്കുന്നതും ദുരിത ദിവസങ്ങൾ തന്നെയാണ്. ഇതര GCC രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് വിമാനങ്ങൾ കുറവുള്ള ഒമാൻ കേരള സെക്ടറിലേക്ക് സർവീസ് റദ്ദാക്കുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസമുണ്ടാക്കും. ഉദ്ദേശിക്കുന്ന സമയങ്ങളിൽ മറ്റ് വിമാനങ്ങൾ ലഭ്യമല്ലാത്തതും ലഭ്യമായ വിമാനങ്ങളിൽ ടിക്കറ്റിന് വലിയ തുക നൽകേണ്ടി വരുന്നതുമെല്ലാം പ്രവാസികൾക്കുമേൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക. കുറഞ്ഞ ദിവസങ്ങളിലേക്ക് മാത്രമാകും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നത്. മടങ്ങിയെത്തി വിസയിൽ കയറേണ്ടവർ, വിസ പുതുക്കേണ്ടവർ തുടങ്ങി നിരവധി പേരാണ് ഇതുവഴി ദുരിതത്തിലാകുന്നത്. വിമാന കമ്പനികളുടെ നിരുത്തരവാദിത്തപരമായ പ്രവർത്തനങ്ങൾ ബാധിക്കുന്നത് ട്രാവൽ ഏജൻസികളെയാണ്. ഒമാനിൽ മാസപ്പിറവി നിർണയിക്കുന്നതിനുള്ള സുപ്രധാന സമിതി നാളെ യോഗം ചേരും. ഹിജ്റ വർഷാരംഭമായ മുഹറം മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെങ്ങും നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. മാസപ്പിറ കാണുന്നവർ വിവിധ ഗവർണറേറ്റുകളിലെ ഗവർണർമാരുടെ ഓഫീസുകളിൽ അറിയിക്കണമെന്ന് ഔഖാഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. യാത്രക്കാർക്ക് ആശ്വാസമായി മസ്കറ്റ് വിമാനത്താവളത്തിൽ പാർക്കിംഗ് നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചു. വേനൽക്കാല നിരക്കിളവാണ് ഒമാൻ എയർപോർട്ട്സ് അധികൃതർ പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം 24 മണിക്കൂറിന് 1 റിയാൽ മാത്രമാകും വേനൽക്കാലത്തെ നിരക്ക്. ദിവസങ്ങളോളം വാഹനങ്ങൾ വിമാനത്താവളത്തിൽ പാർക്ക് ചെയ്ത് യാത്ര ചെയ്യുന്നവർക്കേറെ ആശ്വാസം നൽകുന്നതാണ് നടപടി. അതേസമയം മസ്കറ്റ് വിമാനത്താവളത്തിലെ ഡിപ്പാർച്ചർ ഭാഗത്തിന് ഇടതുവശത്തുള്ള P5 പാർക്കിംഗ് ലോട്ടിൽ മാത്രമാണ് 1 റിയാലിന്റെ ഓഫർ ലഭ്യമാവുക. ഖരീഫ് യാത്രക്കാർക്കുൾപ്പെടെ കുറഞ്ഞ പാർക്കിംഗ് നിരക്ക് ഗുണകരമാകും. ബലിപെരുന്നാൾ അവധി ദിവസങ്ങളിൽ മുവസ്സലാത്തിന്റെ പൊതുഗതാഗത സർവീസ് 1,00,000-ലധികം യാത്രക്കാർ ഉപയോഗിച്ചു. വിവിധ റൂട്ടുകളിലായി മുവസ്സലാത്ത് ബസ്, ഫെറി സർവീസുകളിൽ 1,20,000 ആളുകൾ യാത്ര ചെയ്തതായി ഒമാൻ ദേശീയ ഗതാഗത കമ്പനി അറിയിച്ചു. മുവസ്സലാത്ത് ബസ്സിൽ 1,20,000-ൽ-അധികവും ഫെറി സർവീസുകളിൽ 7,000-ൽ-അധികവും ആളുകൾ യാത്ര ചെയ്തു. സമീപകാലത്തെ പൊതുഗതാഗത സേവനങ്ങളുടെ ഉപയോഗത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിതെന്ന് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. സാധാരണക്കാരായ ആളുകളും കുറഞ്ഞ വരുമാനക്കാരായ വിദേശികളുമാണ് മുവസ്സലാത്ത് സർവീസുകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത്. ഫെറി സർവീസുകളിലും ആയിരങ്ങൾ യാത്ര ചെയ്തു. ബുറൈമി ഗവർണറേറ്റിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 11 പേരെയാണ് പിടികൂടിയത്. മഹദ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുമായി സഹകരിച്ചായിരുന്നു പരിശോധന. പിടിയിലായവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നും തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച നിരവധി പ്രവാസികളെ പിടികൂടിയിരുന്നു. ഏഷ്യൻ രാജ്യക്കാരുൾപ്പെടെയുള്ളവരാണ് അറസ്റ്റിലായത്. 1 മാസത്തിനിടെ 700-ൽ പരം ആളുകളെ നാടുകടത്തുകയും ചെയ്തു. പരിശോധന ശക്തമാക്കാനാണ് ഒമാൻ മന്ത്രാലയം തീരുമാനം.